നമസ്കാരം. മനസ്സിൽ ആർദ്രത സൂക്ഷിക്കുന്ന ആരും ഇഷ്ടപ്പെടുന്ന ഒരു വികാരമാണ് റൊമാൻസ്. റൊമാൻസ് വളരെ മനോഹരമായി ചിത്രീകരിച്ച ഒരു സിനിമയാണ് ഇസബെല്ല. ആ ഇസബെല്ല മൂവിയിലെ ഇൻട്രൊഡക്ടറി സോങ് തന്നെ അതിൽ ONV സാറും ജോൺസൺ മാഷും രചിച്ച ആ സോങ്ങിൽ തന്നെ ആ ഹോൾ മൂവിയിലെ കണ്ടന്റ് ഒരു 3 വാക്കുകളിൽ അവർ ഒതുക്കിയിട്ടുണ്ട്. വസന്ത പുഷ്പം പോലെ, ദുരന്തഗീതം പോലെ, വിഷാദരാഗം പോലെ. അതായത് ഒരു വസന്തം, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാവ്യം പോലെയുള്ള റൊമാൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദുരന്തം നടക്കുകയാണ്, ഇഷ്ടപ്പെട്ട ആൾ തിരിച്ചു വരില്ല എന്ന് അറിയുന്നു. ദെൻ ഒരു വിഷാദരാഗം പോലെ, ഒരു വിഷാദത്തിലേക്ക് പോവുകയാണ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിപ്രഷനെ കുറിച്ചാണ്. ഡിപ്രഷൻ അഥവാ വിഷാദരോഗം. ഞാൻ ഡോക്ടർ അനശ്വര ദേവ്. നമ്മൾ ഇന്ന് സംസാരിക്കുവാനും മനസ്സിലാക്കുവാനും പോകുന്നത് വിഷാദ രോഗത്തെക്കുറിച്ചാണ്, അഥവാ ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ലോങ് കണ്ടിന്യൂഡ് ആയിട്ടുള്ള വിഷമം. ഈ എല്ലാ വിഷമങ്ങളും ഡിപ്രഷൻ അല്ല, പക്ഷേ എല്ലാ ഡിപ്രഷനിലും വിഷമം ഉണ്ടാവും. വിഷമം ഒരു സിംറ്റം മാത്രമാണ് ഡിപ്രഷൻ്റെ. ആ വിഷമം സ്ഥായിയായി നിന്ന് പലതരത്തിലുള്ള വേറെയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോഴാണ് ഡിപ്രഷൻ എന്ന് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതൊരു ICD-10 ക്ലാസിഫിക്കേഷൻ പ്രകാരം മൂഡ് ഡിസോർഡർ കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ഏതർ എക്സ്ട്രീംലി ഹാപ്പി സ്റ്റേജ് മാനിയ, അല്ലെങ്കിൽ എക്സ്ട്രീംലി സാഡ് സ്റ്റേറ്റ് ഇത് ഡിപ്രഷൻ, അല്ലെങ്കിൽ ഇത് രണ്ടും മാറി മാറി വരുന്നൊരവസ്ഥ ബൈപ്പോളർ ഡിസോർഡർ. ഇതിൽ ഡിപ്രഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ WHO സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 280 മില്യൺ ആൾക്കാരിലാണ് വേൾഡ് വൈഡ് ഇത് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ മാത്രം നോക്കിയാൽ 10 മില്യൺ ആൾക്കാരിൽ ഇത് വരുന്നുണ്ട്. അതിൽ തന്നെ ഓരോ 11 മിനിറ്റ് വെച്ചിട്ട് ഈ അസുഖം വളരെ തീവ്രമായി വന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് തന്നെ അവരില്ലാതാകുന്ന ഒരു അവസ്ഥ വളരെ ഓഫണായിട്ട് കാണപ്പെടുന്നുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എസ്പെഷ്യലി നമ്മളുടെ സിറ്റിയിൽ താമസിക്കുന്ന 3 സൈക്കാട്രിക് ഇൽനെസ്, അതായത് അതിലൊന്ന് ആങ്സൈറ്റി, ദെൻ ഡിപ്രഷൻ, ദെൻ സ്കിസോഫ്രീനിയ. അത്രയും പ്രാധാന്യമേറിയ ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സിംറ്റത്തെക്കുറിച്ച് ആലോചിക്കാം. ഡിപ്രഷൻ്റെ സിംറ്റംസ് ഒരു മൂവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാം. മൂവി എന്ന് പറയുന്നത് ജനങ്ങളിൽ വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് മൂവി. സോ ആ ഒരു മൂവി വെച്ച് നമ്മളൊരു എക്സാമ്പിളായിട്ട് ഒരു അസുഖത്തിനെ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് എന്തിനാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും മാനസിക അസുഖങ്ങൾ സ്വയം ഉണ്ടെന്ന് ആർക്കും മനസ്സിലാകാറില്ല, അല്ലെങ്കിൽ വേറുള്ളവർക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവാറില്ല. സോ കുറച്ച് ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നാൽ നമ്മൾക്കത് വരുമ്പോഴോ അല്ലെങ്കിൽ ബാക്കി ചുറ്റുപാടുമുള്ളവർക്ക് വരുമ്പോഴോ നമുക്ക് കുറച്ച് അവരെ ഹെൽപ്പ് ചെയ്യാനോ ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനോ പറയാൻ പറ്റും. സോ മഴയത്ത് മുൻപേ സിനിമ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, വളരെ മനോഹരമായിട്ട് റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്തൊരു സിനിമയാണ്. അതിൽ പലതരം ഡിപ്രഷൻസ് കാണിക്കുന്നുണ്ട്. അതിൽ ആ ഒരു സിനിമ കണ്ടവർക്കറിയാം, ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം, ആ ഒരു കഥ തീർന്നതിന് ശേഷമുള്ള ആ ഒരു ഫൈനൽ സ്റ്റേജ് വെച്ചിട്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മമ്മൂട്ടി വളരെ വൈൽഡായിട്ട് റിയാക്ട് ചെയ്യാണ്. ഹി ഈസ് വെരി എജിറ്റേറ്റഡ്. സോ ഇതിൻ്റെ ഒരു സിംറ്റം എജിറ്റേഷനാണ്. അത് ശ്രീനിവാസൻ വരുമ്പോൾ എജിറ്റേറ്റഡ് ആണ് ആൻഡ് ഹി ഈസ് ഡൂയിങ് സം വർക്ക്, അല്ലേ? അവർക്കത് റെസ്റ്റ്ലെസ് ആയിരിക്കും. സോ ദേ വിൽ ബി ഡൂയിങ് സം വർക്ക് ആൻഡ് എജിറ്റേറ്റഡ്, ആങ്കർ ഇഷ്യൂസ് ഒക്കെ കാണാം. ഇത് കൂടുതൽ അതിൽ ആ മമ്മൂട്ടിയുടെ ക്യാരക്ടർ, നന്ദൻ സാർ എന്ന് പറയുന്ന ക്യാരക്ടർ, ഹി വാസ് വെരി ആക്റ്റീവ് പേഴ്സൺ, അല്ലാതെ അതിൻ്റെ മുന്നത്തെ കാലഘട്ടത്തിൽ കാണിക്കുന്നത്. അതൊരു കൈൻഡ് ഓഫ് ഡിപ്രസീവ് സിംറ്റംസ് ആണ്. അദ്ദേഹം ഡിപ്രഷനെ അത് റിയാക്ട് ചെയ്തത് ആ ഒരു രീതിയിലാണ്. ഇതേ മൂവിയിൽ തന്നെ ശോഭനയെ എടുക്കാം. ഷീ ഈസ് ഓൾസോ എ വെരി ആക്റ്റീവ് ഡാൻസർ. അതിൽ ഒരു മെൻ്റൽ ഷോക്ക്, ശ്രുതി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു കാര്യം പറയുമ്പോൾ മെൻ്റൽ ഷോക്കിൽ ദ ഫസ്റ്റ് തിങ് ഈസ് ആ മൈൻഡ് ഫസ്റ്റ് അതിനെ എഫക്റ്റ് ചെയ്യുന്നത് ഒരു സ്ട്രോക്ക് ആയിട്ടാണ്. സോ ഇറ്റ്സ് എ സൈക്കോസൊമാറ്റിക്, മനസ്സിൽ നിന്നും ശരീരത്തിലേക്ക് പോകുന്ന ഒരു സൈക്കോസൊമാറ്റിക് രീതിയിലേക്ക് അത് പോവുകയാണ്. ആൻഡ് അതിൽ ശോഭന, അതിലൊരു പാട്ടുണ്ട്, ആത്മാവിൻ പുസ്തകത്താളിൽ എന്ന് പറഞ്ഞിട്ടുള്ള, അതിൽ തന്നെ എഴുതിയ ഒരു വരികളുണ്ട്, വിരഹഗാനം. ലൈക്ക് ഇതൊരു കാരണമാണ്, സെപ്പറേഷൻ ഓർ ലോസ് ഓഫ് ലവ്ഡ് വൺസ് ഈ ഡിപ്രഷനിലേക്ക് പോവാൻ നയിക്കുന്ന ഒരു കാരണമാണ്. ആ കവിത നോക്കുമ്പോൾ ശോഭന കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കട്ടിലിൽ കിടന്ന് അച്ഛനോട് പറയുന്നുണ്ട്, എനിക്ക് കരയാൻ പോലും ഇപ്പോൾ തോന്നാറില്ല എന്ന്. അതായത് ഇറ്റ്സ് എ എക്സ്ട്രീം സ്റ്റേജ് ഓഫ് ഡിപ്രഷനിലേക്ക് പോവുകയാണ്.
ഫിസിക്കലിയും എഫക്റ്റ് ചെയ്തു, മെൻ്റലിയും എഫക്റ്റ് ചെയ്തു. അതാണ് ഉമ എന്ന് പറഞ്ഞ ശോഭനയുടെ ക്യാരക്ടർ. ദെൻ കംസ് ടു ശ്രുതി. ഷീ ഈസ് ഓൾസോ വെരി ആക്റ്റീവ് പേഴ്സൺ. നന്നായി പാട്ട് പാടുന്ന, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ടീനേജ്. സോ അതിൽ അവസാനം ഒരു ഇഷ്യൂ വന്നപ്പോൾ, ഒരു കോമൺ ഇഷ്യൂ, ഒരേ ഇഷ്യൂ ഓരോരുത്തരെയും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അതിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ശ്രുതി അവസാനം സംസാരിക്കാൻ പറ്റാതാവുകയും നിശ്ചലമായി പോവുകയുമാണ് ജീവിതം. സോ ഇത്രയും പലതരത്തിലാണ് അതിനെ എഫക്റ്റ് ചെയ്തത്. ഉമയുടെ അച്ഛൻ വളരെ വിഷമത്തോടു കൂടിയാണ് ശ്രുതിയോട് റിയാക്ട് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഒരു ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ ഓൾറെഡി അമ്മ മരിച്ചത് കൊണ്ടാവാം, എന്നിട്ടും ബിസിനസ് ക്യാരി ഓൺ ചെയ്തു. അങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഡിപ്രസീവ് സ്റ്റേറ്റ് അല്ല. സോ അദ്ദേഹത്തിന് നമുക്ക് വിഷമം എന്നേ പറയാൻ പറ്റുള്ളൂ. കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും പോയി, ശ്രുതി. സോ അദ്ദേഹത്തിൻ്റെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് വിഷമം ഉണ്ടാവും, പക്ഷെ ഡിപ്രസീവ് സ്റ്റേജിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ ശ്രുതിയാണെങ്കിലും പോയി, നന്ദൻ സാർ എന്ന് പറഞ്ഞ ക്യാരക്ടറും പോയി, ഉമ എന്ന് പറഞ്ഞ ക്യാരക്ടറും പോയി. ഇതേപോലെ തന്നെ ഇസബെല്ലയിൽ എന്ത് പറ്റി? അവസാനം ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് പ്രതീക്ഷക്കുറവ് കൊണ്ടാണ്. ഹോപ്പ്ലെസ്നെസ് മാർക്ക്ഡ് ഫീച്ചറാണ് ഈ ഡിപ്രഷൻ്റെ. സോ ഇതിലുള്ള സിംറ്റംസ് ആദ്യം പറഞ്ഞു, വളരെയധികം വിഷമം ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. കുറേ കാലങ്ങളായിട്ടുള്ള വിഷമം. പിന്നെ ആക്ടിവിറ്റി കുറയും. പിന്നെ എജിറ്റേറ്റഡ് ആയവർക്ക് ആക്ടിവിറ്റി കൂടുതലായിരിക്കും കേട്ടോ. പൊതുവെ ആക്ടിവിറ്റി കുറയുകയാണ് ഉണ്ടാവുക. അതിനുശേഷം എനർജി കുറവുണ്ടാവും. പിന്നെ ഇത് നിന്ന് വേറെ പല സിംറ്റത്തിലേക്കും പോവാം. അതായത് ഉറക്കമില്ലായ്മ, ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതിൽ ആ നന്ദൻ ക്യാരക്ടറിന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതിയുടെ കൂടെ നിൽക്കണോ, ഉമ്മയുടെ കൂടെ നിൽക്കണോ, എന്താ, ഈ ജസ്റ്റ് എസ്കേപ്പിങ് അല്ലേ. ഗിൽട്ട് ഉണ്ട്, ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ള ഗിൽട്ട് ഉണ്ട്. ആൻഡ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സെക്ഷൽ ലൈഫ്. ആ ഭാര്യ ഉണ്ടായിട്ടും ദേ വർ ജസ്റ്റ് ന്യൂലി മാരീഡ്, ഹീസ് ജസ്റ്റ് എസ്കേപ്പിംഗ്, വേറെ ഏതോ ദൂര സ്ഥലത്തേക്ക് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ ഓരോ ഘട്ടത്തിനനുസരിച്ചും നമ്മളുടെ ഓരോ സ്റ്റേജ് അനുസരിച്ചും ആയിരിക്കും നമ്മളുടെ ഓരോ സിംറ്റംസും പ്രകടമാകുന്നത്. ഓക്കെ, ഇനി ഇതിന് എന്തൊക്കെയാവാം റീസൺസ്? നേരത്തെ പറഞ്ഞ പോലെ സൈക്കിക്കൽ റീസൺസ് ആവാം. അതായത് സെപ്പറേഷൻ ഫ്രം ലൗഡ് വൺസ്, ലോസ് ഓഫ് ലൗഡ് വൺസ്, അകാരണമായി പെട്ടെന്ന് നമ്മൾ അടുത്തുള്ള ഒരാൾ മരിച്ചു പോവുക, അങ്ങനെ. ദെൻ ഫിസിക്കൽ റീസൺസ് ആവാം. അതായത് പല ഡെഫിഷ്യൻസി കൊണ്ടും വരാം. ഇപ്പോൾ ഈ ഇടയിലുള്ള പല പഠനങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇതിനൊരു കാരണമാവുന്നുണ്ട്. ആദ്യം ബോൺ ഹെൽത്ത് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ കൊഗ്നീഷൻ ലെവലിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചിന്തിച്ചറിയാം, ചെടികൾക്ക് വളരണം എന്നുണ്ടെങ്കിൽ സൂര്യ വെളിച്ചം വേണം. അതേപോലെ തന്നെയാണ് മനുഷ്യന്മാർക്ക് വളർച്ച വേണമെന്നുണ്ടെങ്കിൽ സൂര്യ വെളിച്ചം വേണം. ഈ നമ്മൾ കൂടുതൽ ക്ലോസ്ഡ് എൻവയൺമെന്റിൽ ആവും തോറും സൂര്യ വെളിച്ചം കിട്ടുന്നില്ല. സോ വി ആർ ലാക്കിംഗ് ഇമ്മ്യൂണിറ്റി. നമുക്ക് പ്രോപ്പറായി വളരേണ്ട കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ മാനസികമായും ഫിസിക്കലിയും നമുക്ക് വളരണം. അതിനുള്ള ഒരു എക്സ്പോഷർ, സൺ എക്സ്പോഷർ നമുക്ക് കിട്ടുന്നില്ല. അത് ഒരു റീസൺ. അങ്ങനെ പല റീസൺസ്. അതേപോലെ തന്നെ അടുത്തൊരു റീസൺ ബയോളജിക്കൽ ആയിട്ടുള്ള റീസൺസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് കൂടുതലും കണ്ടുവരുന്നത് പ്രൊഡക്റ്റീവ് ഇയേഴ്സിലാണ്. അതായത് ഒരു 15 to 28 years, 29 years, അല്ലെങ്കിൽ അത് മുതൽ ഒരു 33 അല്ലെങ്കിൽ 40s, ആ ഒരു, അതായത് നമുക്ക് ആ പീരീഡ് ശ്രദ്ധിച്ചറിയാം. നമ്മളൊരു ഇൻറ്റിമസി ഫോം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇൻറ്റിമസി അല്ലെങ്കിൽ ഐസൊലേഷൻ എന്നിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് വരാണ്. സോ നമ്മളത് ഇമോഷണലി നമ്മൾ ഫുൾഫിൽ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഐസൊലേഷനിലേക്ക് പോവുകയാണ്. ആ ഐസൊലേഷനിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് ഈ ഡിപ്രസീവ് സ്റ്റേജ് ഒക്കെ കൂടുതലായിട്ടും വരുന്നത്. ഇനി നമുക്ക് ഈ ഡിപ്രഷന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത്, നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മോട്ടിവേഷൻ സ്പീക്ക് കൊണ്ടോ ഒരു ബുക്ക് വായിച്ചാലോ ഒരു പാട്ട് കേട്ടാലോ ഒക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ. നമ്മൾക്കൊരു വിഷമം വന്നാൽ അത് കരഞ്ഞ് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റണം. ദെൻ യു ആർ സക്സസ്. പക്ഷെ അത് പുറത്തേക്ക് വരാൻ പറ്റാതെ ഈ വിഷമം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോഴത്തേക്ക് ഒരു പ്രോപ്പർ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. അവിടെ യു റിക്വയർ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അവിടെ റിക്വയർഡ് ആണ്. സോ ആ റിക്വയർഡിൽ ഇപ്പോൾ നമ്മൾക്കൊരു ബാലൻസ്ഡ് സിറ്റുവേഷൻ ലൈഫിൽ വരണം. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. സോ എനിക്കെങ്ങനെ ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ വരുന്നത്? ഞാനിരിക്കുന്ന ചെയറിൽ ഒരു സ്റ്റൂളിൽ അല്ലെങ്കിൽ 4 കാലുണ്ട് അല്ലേ. സോ ക്യൂർ ഇസ് ലൈക്ക് എ 4-legged സ്റ്റൂൾ. അതിലെ ഒരു ഭാഗം മാത്രമാണ് തെറാപ്പീസ്, മറ്റൊരു ഭാഗം ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഒന്ന് ഡയറ്റ് ആയിരിക്കും, ഒന്ന് എക്സസൈസ് ആയിരിക്കും. ഇത് എല്ലാം കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ലൊരു ഫ്രൂട്ട് അവിടെ ഉണ്ടാവുന്നത്. തെറാപ്പീസ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയിരിക്കും. സോ എങ്ങനെ നമുക്ക് ഒരു
റോങ് ബിലീഫ് അല്ലെങ്കിൽ റോങ്ലി പെർസീവ് ചെയ്ത കാര്യങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം, ആ ഒരു ലെവലിലാണ് തെറാപ്പി ആക്ട് ചെയ്യുന്നത്. ഇവിടെ മോസ്റ്റ്ലി പേഷ്യൻസ് വരുമ്പോൾ എന്താ പറയുക വെച്ചാൽ, എനിക്ക് കൗൺസിലിംഗ് വേണം. ഫസ്റ്റ് കൗൺസിലിങ്ങിന്റെ മുന്നേ നമുക്ക് വേണ്ട കാര്യം ഫസ്റ്റ് അസസ്മെന്റ് ആണ്. നിങ്ങൾ എന്ത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ശരിക്കും ഡിപ്രഷൻ ആണോ അല്ലയോ എന്നൊരു പ്രോപ്പർ അസസ്മെന്റ് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് ഡോക്ടറാണ് തീരുമാനിക്കുക നിങ്ങൾക്ക് കൗൺസിലിംഗ് മാത്രം മതിയോ, കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും വേണോ എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് സമയമാണ് പോകുന്നത്. ഒരു ക്രോണിക് ഡിസീസിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ആ ക്രോണിക് ഡിസീസ് വളർന്നുകൊണ്ടേയിരിക്കും. എത്രയും ഗുരുതരമാവുന്നോ അത്രയും ബുദ്ധിമുട്ടാണ് ക്യൂർ ചെയ്യാൻ. നമുക്ക് രണ്ട് അവസ്ഥയുള്ളൂ. ഒന്നെങ്കിൽ ഒരു അസുഖം വന്നാൽ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ ക്യൂർ ചെയ്യാം. ഇതിൽ ക്യൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറേ ഫാക്ടേഴ്സ് ഫേവറബിൾ ആയിരിക്കണം. അൺഫേവറബിൾ സർക്കംസ്റ്റൻസസിൽ ക്യൂർ നമുക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, മാനേജ്മെന്റ് ആയിപ്പോൾ. സോ എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കുന്നോ അത്രയും പെട്ടെന്ന് ക്യൂർ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ഈ തെറാപ്പീസ് വരുന്നത്, ഇതിൽ ഈ സിംറ്റംസ് പലപ്പോഴും ഡോക്ടേഴ്സിന് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ എത്തുമ്പോഴാണ് കിട്ടുക. കുംബ്ലിംഗ് നൈറ്റ്സിലെ സജീനെ നോക്കിയാൽ അറിയാം, എനിക്ക് കരയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. എൻ്റെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടിക്കരയുകയാണ് അല്ലേ. സോ അത്രയും ഒരു സ്റ്റേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് തന്നെ മെയിൽസിൽ കൂടുതലായിട്ടും അവരൊരു സോഷ്യൽ സ്റ്റിഗ്മയോ സ്റ്റോയിക് നേച്ചറൊക്കെ കാരണം കൂടുതലും അവർ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ കൂടുതലും ആങ്കർ ആയിട്ടായിരിക്കും കാണിക്കുക. പക്ഷെ അത് മഴയത്ത് മുമ്പേയുള്ള നന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആങ്കർ ആയിട്ടാണ് കാണിച്ചത്. പക്ഷെ സജി എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ മിണ്ടാതെ, ഇറിറ്റബിൾ നേച്ചർ ആയിരുന്നെങ്കിലും വളരെ മിണ്ടാതെയായി, പിന്നെ കരയാൻ പറ്റാതെയായി, അവസാനം ഒരു സൈക്കോളജിസ്റ്റ് വന്ന് കരയുകയാണ്. ഇതൊക്കെ ഒരു എക്സ്ട്രീം ലെവലാണ്. ദേ റിക്വയർ തെറാപ്പീസ്. കൗൺസിലിങ്ങിൻ്റെ കൂടെ തെറാപ്പീസും എല്ലാം എടുക്കേണ്ട ആവശ്യമാണ്. അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് സെഷനിലേക്ക് വരികയാണെങ്കിൽ ആയുഷ് സിസ്റ്റം വളരെയധികം സ്കോപ്പ് ഈ സൈക്കാട്രി മേഖലയിൽ വളരെയധികം സ്കോപ്പ് കാണുന്നുണ്ട്. ആയുഷ് സിസ്റ്റത്തിൽ തന്നെ ഹോമിയോപ്പതി വളരെ എഫക്റ്റീവാണ്. ഈ ഡിപ്രഷൻ എന്നുള്ള അസുഖം പൂർണ്ണമായി മാറ്റാൻ ഉതകത്തിൽ തന്നെ വളരെ എഫക്റ്റീവാണ് ഹോമിയോപ്പതി. ഓക്കെ, ദെൻ കംസ് എക്സസൈസും ഡയറ്റും ഒക്കെ. ഇതൊക്കെ അതിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു ജീവിതചര്യ പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എക്സസൈസും ഡയറ്റും മാനേജ്മെൻറ്റ്. അതിൽ ഈ ഡിപ്രഷൻ്റെ കേസിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, അതാണ് ഡിപ്രഷൻ. അത്രയും നമ്മളുടെ വൈറ്റാലിറ്റി താഴെ പോയി. അപ്പോൾ അത്രയും ഡിപ്രസ്ഡ് ആയുള്ള എല്ലാവരും പറയും ഇവൻ പുറത്തു പോകണില്ല, മടിയാണ്. എല്ലാ മടിയൊന്നും മടിയല്ല, അവർക്ക് എന്താണ് പ്രശ്നം എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. സോ ഇവൻ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, കംപ്ലൈൻസ് ആണ് കൂടുതലും വരിക. സോ ആ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ പറയാണ് രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യൂ. രാവിലെ എണീക്കാൻ പറ്റാതെ തന്നെ ഡിപ്രഷൻ്റെ ഒരു സിംറ്റമാണ്. എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ അതിനൊരു ഫസ്റ്റ് സ്പാർക്ക് വേണം. സോ അതിനാണ് നമ്മൾ പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്തിട്ട് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് സ്പാർക്ക് യു വിൽ ഗെറ്റ്. ആ കിട്ടിയ സ്പാർക്കിൽ നിന്നും കുറച്ച് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുമ്പോൾ അത് ചെയ്യാം. ക്യൂർ ഈസ് ലൈക്ക് സിഗ്സാഗ് ആക്ഷനിലാണ് പോകുന്നത്. ഫസ്റ്റ് ഒരു സ്പാർക്ക് നമുക്ക് മരുന്നെന്ന് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്ത് ഒരു ലോങ് ടേം പ്രോസസ്സിൽ ക്യൂർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ക്യൂർ ഈസ് നോട്ട് ഓൾവേസ് ബ്യൂട്ടിഫുൾ. അതിന് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അറ്റ് ദ എൻഡ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറണം എന്നാണ് അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ ഇല്ല എന്ന് റീഅസസ് ചെയ്തിട്ട് നമ്മളത് ക്ലിയർ ആക്കണം. അല്ലെങ്കിൽ റിലാപ്സ് ഉണ്ടാവും. ഇനി അല്ലെങ്കിലും ഒരു പ്രാവശ്യം മാറിയതാണെങ്കിലും എപ്പോഴെങ്കിലും നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളോട് അഭിമുഖീകരിക്കുന്നവരാണ്. സോ നമ്മൾക്ക് വീണ്ടും വീണ്ടും അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ വന്നു യു ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. നമ്മൾ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളത് സൊല്യൂഷനിലേക്ക് പോവുള്ളൂ. യു ജസ്റ്റ് സോൾവ് ഇറ്റ്, അത്രയേ ഉള്ളൂ. സോ നമ്മളുടെ ഇടയിൽ ആരും, നമ്മളോ നമ്മളുടെ ഇടയിലുള്ള ആരോ, ഒരു ഉമ്മയായോ അല്ലെങ്കിൽ ഒരു നന്ദൻ സാറായോ അല്ലെങ്കിൽ ഒരു ശ്രുതിയോ ഇസബെല്ലയോ സജിയോ ഇതാരും ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് ഒരു 4-ൽ ഒരാൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് വരാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതായത് പറയുന്ന ഞാൻ, കേൾക്കുന്ന നിങ്ങൾ, എടുക്കുന്ന ക്യാമറ, പ്രൊഡ്യൂസർ. നോക്കൂ, 4 പേരായി. ഇതിൽ തന്നെ ഒരാൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. സോ അത്രയും കോമൺ ആയിട്ടുള്ള കാര്യം. നമ്മളുടെ അസസ്മെന്റിൽ തന്നെ മിനിമൽ ഓർ നോർമൽ എന്ന് എഴുതാം. കാരണം ഇതൊരു ബേസിക് ഇമോഷനാണ് സങ്കടം, വിഷമം എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല. സോ മിനിമൽ ഓർ നോർമലാണ്. സോ ആ ഒരു നോർമൽസിയിലേക്കോ അല്ലെങ്കിൽ മിനിമൽസിയിലേക്കോ നമ്മളെ എത്തിച്ചേരുക എന്നുള്ളതായിരിക്കണം നമ്മളെ ലക്ഷ്യം. ഓക്കെ, നന്ദി, നമസ്കാരം.